കാട്ടാന ആക്രമണത്തിൽ 2 ദിവസത്തിനിടെ 3 പേർ മരിച്ചതിൽ പ്രതിഷേധിച്ച ഇന്ന് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഹർത്താലാണ്. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ 6 മണിക്ക് ആരംഭിച്ച ഹർത്താൽ വൈകിട്ട് 6 വരെയാണ്. ജനകീയ സമിതി റോഡ് തടഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. MS ലിഷോയുണ്ട് വിശദാംശങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ജനകീയ സമിതി റോഡ് തടഞ്ഞ അടക്കം പ്രതിഷേധത്തിലാണല്ലോ. ഇവർക്ക് എന്താണ് പറയാനുള്ളത് ലിഷോയ്? അതായത് അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം സംബന്ധിച്ച് അതൊരു തുടർക്കഥയാവുകയാണ്. അത്തരത്തിൽ ഇങ്ങനെ തുടർക്കഥയാകുമ്പോൾ പോലും മരണങ്ങൾ സംഭവിക്കുമ്പോൾ പോലും യാതൊരു വിധത്തിലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 3 പേരും വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയവരാണ്. പക്ഷേ ഇതൊക്കെ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ തന്നെയാണ് വലിയൊരു പ്രതിഷേധം ഉയരുന്നത്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ അധികാരികളെ സമീപിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിലവിൽ ഈ അതിരപ്പള്ളിയിൽ തടയുകയാണ്. അതിരപ്പള്ളി ഇക്കോ ടൂറിസം സെൻറ്ററും വാഴച്ചാൽ ഇക്കോ ടൂറിസം സെൻറ്ററും ഒക്കെ തന്നെ ഇന്ന് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഹർത്താലിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി വളരെ ദൂരെ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ വന്ന വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ ഈ സമരത്തിൽ ശബ്ദത്തിൽ എന്തോ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പതിവായി ഇത്തരത്തിൽ വന്യജീവി ആക്രമണം നടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ അതിരപ്പള്ളിയിൽ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും കാട്ടാന ആക്രമണത്തിൽ 2 പേരാണ് ഇവിടെ വാഴച്ചാലിൽ മരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഹർത്താൽ നടക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ വഴി തടയുകയാണ്. MS ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്.